ഒരു കാര്യം ഉറപ്പാണ്, പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ നാട്ടിൽ ഒരു ഭീകരവാദം നടത്തി ശക്തമായ ആക്രമണം നടത്തി തിരിച്ചു പോകാൻ വന്നവരല്ല അവിടെ വന്ന ഭീകരർ. വ്യക്തമായ ഒരു ആവശ്യമുണ്ടായിരുന്നു അവർക്ക്. ഇന്ത്യയുടെ മതേതര മണ്ണിൽ ഹിന്ദു മുസ്ലിം വർഗീയ ലഹള കൂടി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് പർപ്പസ്ഫുള്ളി അവർ കലിമ ചോദിച്ച് മതം ചോദിച്ച് മനുഷ്യരെ ചുട്ടു കൊന്നുകൊല വിളിച്ചത്. ആ ഒരു ശക്തമായ ഭീകരവാദ പ്രവർത്തനത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന പ്രവർത്തനമാണ് സംഘപരിവാർ ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. നോക്കൂ, പഹൽഗാമുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അത്രയും വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പ്രചരണം മാത്രമാണ്. ഈ നാട്ടിൽ പഹൽഗാമിന് ശേഷം സംഘപരിവാർ സൈബറിടങ്ങൾ മുഴുവനും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ മതം നോക്കി കൊല്ലുന്നവരാണ് മുസ്ലിങ്ങൾ. മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രം തന്നെ ഭീകരവാദത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെടുക തന്നെ ചെയ്യും. ഈ വലിയ കൊട്ടിഘോഷിക്കലുകൾക്ക് വലിയ വിലങ്ങാകുന്നു ആരതി എന്ന ചെറുപ്പക്കാരി. ഇടപ്പള്ളിയിൽ സ്വന്തം അച്ഛൻ്റെ സംസ്കാരത്തിന് മുമ്പ് ഇങ്ങനെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കശ്മീരിൽ എന്നെ നെഞ്ചോട് ചേർത്ത മുസ്ലിം സമുദായത്തെക്കുറിച്ച് എൻ്റെ അനിയനായോ എൻ്റെ ജ്യേഷ്ഠനായോ എൻ്റെ കുടുംബമായോ ഒക്കെ എന്നെ തോന്നിപ്പിച്ച ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കൈകൊടുത്ത് കശ്മീരിൻ്റെ മണ്ണിൽ നിന്ന് ഞാൻ തിരിച്ചു വന്ന വിട പറഞ്ഞു വന്ന ആ മുസ്ലിം സഹോദരന്മാർ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ പൊള്ളി നിലവിളിക്കുകയാണ് സംഘപരിവാർ കൂട്ടങ്ങൾ. അവരുടെ ആവശ്യം ശക്തമായി എതിർക്കപ്പെട്ട പോലെ, അവർ ആഗ്രഹിച്ചത് നടക്കാതെ പോകുന്നത് പോലെ. പിന്നെന്താ സംഭവിച്ചേ? മോഹൻലാലിനെ എമ്പുരാനു ശേഷം തുടരുമെന്ന സിനിമയിലും ആ സിനിമ പൊട്ടിക്കാനായി, അതുപോലെ തന്നെ അദ്ദേഹം പഹൽഗാമിന് അനുകൂലമായിട്ട പോസ്റ്റുകളിൽ സംഘപരിവാർ നടത്തുന്ന ശക്തമായ ഭീകരവാദ പ്രവർത്തനമുണ്ടല്ലോ, അങ്ങനെ തന്നെ പറയണം. ഈ നാടിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ഏതു പ്രവർത്തനവും ഭീകരവാദ പ്രവർത്തനമാണ്. അങ്ങനെയാണെങ്കിൽ സംഘികളെ, നിങ്ങൾ ഇവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നു. ലാലിന് ശേഷം ആരതിയെയും വന്നിട്ട് പറയാം, ആരതിക്ക് ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന പോസ്റ്റിൻ്റെയൊക്കെ ഒരു എത്രമാത്രം ക്രിമിനലിസമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ പറയാം, സ്വന്തം അച്ഛനെ ഭീകരവാദികളെ കൊണ്ട് കൊല്ലിപ്പിച്ചവൾ എന്ന് വരെ പറയുന്ന രീതിയിൽ സംഘപരിവാർ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാണ്. പ്രത്യക്ഷമായി നിങ്ങൾ ഭീകരവാദം നടത്തുന്നു. ഗുജറാത്തിൽ ബാബു ബജ്റംഗി എന്ന് പറയുന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എമ്പുരാനിൽ ആ പേര് വെട്ടിമാറ്റി ഇന്നലകളെ ഭദ്രമായി ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾ നടത്തിയ ഭീകരവാദ പ്രവർത്തനമുണ്ടല്ലോ, അതുതന്നെയാണ് നിങ്ങൾ ഇന്നും ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല.